ശൂർപ്പണഖ. ഞാൻ ശൂർപ്പണഖ, രാവണസോദരി. നാമശ്രവണമാത്രയിൽ നിങ്ങളുടെ മനസ്സിൽ മാംസദാഹമുള്ള കണ്ണുകളും നഖദംഷ്ട്രകളും ഭൂതലം കുലുങ്ങുന്ന നടയും കാട് വകഞ്ഞു മാറ്റിയുള്ള വെളിപ്പെടലും. അതിലെനിക്ക് പരിഭവമില്ല. ഞങ്ങൾ കാമരൂപികൾ. അകലങ്ങൾ എന്നെ പക്ഷിയാക്കും. ദൂരശിഖരത്തിലെ പഴങ്ങൾ എന്നെ വാനരമാക്കും. തളിരുകൾ എന്നെ മാനാക്കും. ജലം എന്നെ മത്സ്യമാക്കും. ആഗ്രഹത്തിൻ്റെ രൂപം. ഭയമില്ല, മറയില്ല. വാക്കും പൊരുളും വെവ്വേറെയല്ല. ജീവിതത്തിൻ്റെ മറിമായങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. രതി നിർവൃതിയോടടുക്കുമ്പോൾ സുര അസുര വാനര മാനുഷ ഭേദമില്ലാതെ ഏത് പെണ്ണിനും എൻ്റെ പ്രകൃതം, എൻ്റെ സർപ്പവീര്യം. ചിലർ ചീറ്റും, ചിലർ കടിക്കും, ചിലർ മുളപൊട്ടും പോലെ കരയും, ചിലര കിടപ്പിൽ പർവ്വതങ്ങൾ കുറിക്കും. അവർ കൊതിക്കുന്ന താഴ്വരയിലൂടെ ഞാനെന്നും സ്വച്ഛന്തം നടന്നു. കൈ നീട്ടിയാൽ എത്താത്തതായി ഒന്നുമുണ്ടായിരുന്നില്ല രാവണ സോദരിക്ക്. ഉത്സവം ജീവിതമായിരുന്നു അവൾക്ക്. രാമോ രമേതാം ശ്രേഷ്ഠ എന്ന് കവി പറഞ്ഞത് നേരെന്ന് കണ്ടപ്പോൾ എനിക്കും തോന്നി. രാമന് പക്ഷേ ജീവിതത്തെ ഭയമായിരുന്നു. അയാൾ എന്നെ അനുജന് കൈമാറി. അയാൾക്കതിലേറെ ഭയം. ഭീരുക്കൾ ശത്രുക്കളേക്കാൾ നീചർ. അവരെന്നെ പീഡിപ്പിച്ച് രസിച്ചു. ഭീരുതയും ക്രൂരതയും രണ്ടല്ലെന്ന് ഞാൻ അറിഞ്ഞു. കാമപൂർത്തി വരാത്തതിനാൽ ഉള്ളു നുറുങ്ങിക്കരഞ്ഞ ഇണയെ മനസ്സിലായ കവിക്ക് എന്നെ മനസ്സിലാകാതെ പോയതാണ് അത്ഭുതം. അതോ മനസ്സിലായ മഹർഷിയുടെ ശാപമോ? രാമൻ പിന്നീട് അനുഭവിച്ചതെല്ലാം നേട്ടങ്ങളെല്ലാം കോട്ടങ്ങൾ. സീത സകാമയല്ലെന്ന് കണ്ട് രാവണൻ അവൾക്കൊരു വത്സരം നീട്ടി നൽകുന്നു. നീ കാമരൂപിയാകും വരെ നിന്നെ ഞാൻ തൊടില്ല. സീത എൻ്റെ സഹോദര സവിധത്തിൽ സുരക്ഷിത, രാമസവിധത്തിൽ ഞാനും. കാമരൂപിയായതിനാൽ ഒന്നുകൂടി സ്വീകാര്യയും ദുർബലയും ദയാർഹയും രക്ഷണീയയും ആയവളുടെ മൂക്കും മുലയും അരിഞ്ഞു രാമനീതി. ഭക്ഷണം യാചിക്കുന്നവളേക്കാൾ ദയാർഹയല്ലേ കാമം യാചിക്കുന്നവൾ? അവളെ പരിഹസിക്കാമോ? അവളെ നോവിക്കാമോ? നിരുപാധികമായ ആനന്ദത്തെ നിങ്ങൾക്ക് പേടിയാണ്. മനുഷ്യരെല്ലാം അസന്തുഷ്ടർ. എനിക്ക് സീതയോട് അസൂയയല്ല, സഹതാപമാണ്. ചളിയിൽ പിറന്നു എങ്ങനെയെല്ലാം ആയിത്തീരാമെന്നറിയാത്ത ഭർത്താവിൻ്റെ നിഴലായി പുറകെ തല താഴ്ത്തി നടന്നു. യൗവനത്തിൽ കല്ലിലും മുള്ളിലും അലഞ്ഞു. ഭർത്തൃ സഹോദരൻ പോലും തന്നെ മോഹിക്കുന്നതായി മോഹിക്കുവാൻ മാത്രം ചെറുതായ ലോകത്തിൽ ജീവിച്ചു. ഗർഭിണിയായപ്പോൾ അനാഥയായി. ഭർത്താവ് നയിക്കുന്ന രാജ്യം തന്നെ പുറന്തള്ളി സാഘോഷം മുന്നേറുന്നത് നോക്കി കാട്ടിൽ കഴിഞ്ഞു. മനുഷ്യ സ്ത്രീകൾ കാര്യമില്ലാത്ത കാത്തിരിപ്പിൻ്റെ ജന്മാവകാശികൾ. സീത ജീവിച്ചതിലേറെ കാത്തിരുന്നു. അറിയാമോ, രാമയുദ്ധം നടന്നത് ശൂർപ്പണഖയ്ക്ക് വേണ്ടിയായിരുന്നു, സീതയ്ക്ക് വേണ്ടിയായിരുന്നില്ല. സീതാപഹരണം ഒരു യുദ്ധതന്ത്രം മാത്രം, ഒരു ചുവടുറപ്പിക്കൽ മാത്രം. എനിക്ക് വേണ്ടി എൻ്റെ വംശം ഇല്ലാതാകുന്നത് വരെ പൊരുതി അവസാനത്തെ ആൾ വരെ എനിക്കായി രക്തം ചൊരിഞ്ഞു. ഒരാളും എന്നെ പഴിച്ചില്ല. ആഗ്രഹം ഒരു കുറ്റമല്ല.